എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, കരിയർ സിറ്റുവേഷൻ എപ്പോഴാണ് ബെറ്റർ ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടുന്നത്, കറന്റ് സിറ്റുവേഷന്റെ ഒരു ബെറ്റർമെന്റ് നിങ്ങൾക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷനിലെ ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആൻസർ, കറക്റ്റ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്, ആദ്യം തന്നെ റിക്കവറി എന്നുള്ളൊരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആദ്യം തന്നെ റിക്കവറി. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ റിക്കവർ ആകണം. നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ ടെൻഷൻസും, എല്ലാ വിധത്തിലുള്ള ഒരു വറീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രോബ്ലംസിൽ നിന്നും നിങ്ങൾ റിലീവ് ആകണം, നിങ്ങൾ റിക്കവർ ആകണം. ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് പോലെയാണ് നിങ്ങൾക്ക് ഇനിയും വളരെയധികം ഒരു ഡിപ്രസ്ഡ് മൂഡിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സെയിം ആ ഒരു സിറ്റുവേഷൻ, സെയിം ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ള ഒരു ധാരണ നിങ്ങൾ മാറ്റണം. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും, നിങ്ങളുടെ കരിയറിലാണെങ്കിലും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടേറുന്ന ഒരു സമയമാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങൾ അതൊക്കെ ആ ഒരു വറീസിനെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനുള്ളത്. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഈ ഒരു സെയിം ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുക, അല്ലെങ്കിൽ വളരെയധികം പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ, വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് കരുതി അതിൽ മാത്രമായിട്ട് മനസ്സ് ഡള്ളാക്കി, വളരെ ഡിപ്രസ്ഡ് ആക്കി ഇരിക്കാതെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഒരു ഫർദർ ഒരു സ്റ്റെപ്പ് എന്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ എങ്ങനെ അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, സോ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസിനെയും, നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയും, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെയും നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ ഗ്രോത്തിൽ മാത്രമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഒരു താങ്ക് യു ആണ്, അതായത് നന്ദി പറയുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ നമ്മൾ ഓരോ പോസിറ്റീവ്നെസ്സിനും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയൊരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും, നിങ്ങളുടെ പേഴ്സണലാണെങ്കിലും, നിങ്ങളുടെ കരിയറിലാണെങ്കിലും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും ചെറിയൊരു അപ്ഗ്രഡേഷൻ, അല്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവ്നെസ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ, താങ്ക് യു പറയാൻ മടി കാണിക്കരുത്. താങ്ക് യു യൂണിവേഴ്സ് പറയുക. ഈശ്വരനോട് നിങ്ങൾക്ക് നേരിട്ട് താങ്ക് യു പറയാം, താങ്ക് യു എന്ന് പറയാം ദൈവത്തോട്. ഇതുവരെയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ചെറിയ ചെറിയ ബ്ലെസ്സിങ്സിനും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നന്ദി പറയാൻ മടി കാണിക്കരുത്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു ഉപകാരമാണ് മറ്റൊരു പേഴ്സണിൽ നിന്നും ലഭിക്കുന്നതെങ്കിലും, അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ വൈസോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് തരുന്ന ആളുകൾക്ക്, അത് ഗൈഡൻസ് ആയിട്ടാണെങ്കിലും സപ്പോർട്ട് വൈസ് ആണെങ്കിലും, നിങ്ങൾ അവരോട് നന്ദിയുള്ളവരായിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്ന ആളുകളെ, അതായത് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോലും നിങ്ങളുടെ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മുടെ നെഗറ്റീവ്സിന്റെ പുറകെ മാത്രം പോകാതെ പോസിറ്റീവ്നെസ്സും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ്നെസ്സിനും കൂടി നമ്മൾ എപ്പോഴും അതിനെ കൂടി കൺസിഡർ ചെയ്യുക, അതിനും കൂടി നമ്മൾ നന്ദി അർപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ അധികം പോസിറ്റീവ്നെസ് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ, സെൽഫ് ഹീൽഡ് ആകുമ്പോൾ, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും, അട്രാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സർപ്പിക്കുകയും നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫോർഗീവ്നെസ് എന്നുള്ളൊരു കാർഡാണ്.
അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ പാസ്റ്റിലുള്ള നെഗറ്റീവ്സിനെയും പാസ്റ്റിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെയും വിഷമങ്ങളെയും അല്ലെങ്കിൽ പ്രോബ്ലംസിനെയും ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. അതായത് ദേഷ്യമോ വാശിയോ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതികളെ നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, കാരണം അങ്ങനെയുള്ള നെഗറ്റിവിറ്റീസ്, അങ്ങനെയുള്ള ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളിൽ വരുന്ന ഒരു പോസിറ്റീവ്നെസ്സിനെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. ഓക്കെ, നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റീസ് കൊണ്ട് നിറയ്ക്കുകയാണ്. സോ മനസ്സിലുള്ള ആ ഒരു ദേഷ്യമോ വാശിയോ വിഷമമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടോ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻസ് തന്നിട്ടോ പോയ ആളുകളോട് പോലും നിങ്ങൾ ഫോർഗീവ് ചെയ്യാൻ റെഡി ആകുക. കാരണം ഫോർഗീവ്നെസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളെ തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളെ ലൈഫിലേക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെയും വിഷമങ്ങളെയും ഒന്നും വെച്ചുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കില്ല. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുക. ആ ഒരു കാര്യത്തെയൊക്കെ ഇനി എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഞാൻ കൊണ്ടുവരില്ല, അതൊക്കെ മാറ്റിവെച്ചു, ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യുക. അതിനുശേഷം പോസിറ്റീവ്നെസ്സിനോട് അല്ലെങ്കിൽ ഫോർഗീവ് ആക്കി ചില കാര്യങ്ങളൊക്കെ ഫോർഗീവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ്നെസ്സിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വളരെയധികം ആ ഒരു സന്തോഷത്തോടു കൂടി റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ്നെസ് ഒരുപാട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു മിറക്കിൾ പോലെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നത്. ഓക്കെ, സോ എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിനെയും നിങ്ങൾക്ക് റിസീവ് ആകാൻ സാധിക്കും. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് പാഷൻ എന്നുള്ള ഒരു കാർഡാണ്. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ മറ്റൊരു സിറ്റുവേഷന് വേണ്ടിയോ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങൾ ജീവിക്കുക. നിങ്ങളെ കൂടി നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും നിങ്ങളുടെ പാഷനും കൂടി നിങ്ങൾ സമയം കണ്ടെത്തുക. ഓക്കെ, കാരണം പലപ്പോഴും നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഒരു മോശം അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനെ, നിങ്ങളോടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് നല്ലത് കാണാൻ സാധിക്കുന്നില്ല, വളരെ മോശം അവസ്ഥയാണ്, വളരെ ഡിപ്രസ്ഡ് സിറ്റുവേഷൻ ആണ്, ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല, ലഭിക്കില്ല, അല്ലെ? സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാഷനെയും നിങ്ങളുടെ ഹാപ്പിനെസ്സിനും കൂടി നിങ്ങൾ വാല്യൂ കണ്ടെത്തുക, സമയം കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ക്വസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ മനസ്സ് തുറന്ന് അതിനു വേണ്ടി കൂടി ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് എന്ത് ചെയ്യാനാണോ പറയുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, നിങ്ങളുടേതായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ? ചിലർക്കൊക്കെ ഹോബീസ് ഉണ്ടാകാം, പാഷൻ ഉണ്ടാകാം, കരിയറിലായിരിക്കാം ഒരു പ്രോഗ്രസ് വേണ്ടുന്നത്. അങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഒരിക്കലും നമുക്ക് ഒരു ഗിൽട്ട് ഫീലിംഗ് സ്വന്തമായിട്ട് തോന്നില്ല. അതായത് ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകില്ലായിരുന്നു, അങ്ങനെ എനിക്ക് അന്ന് ചെയ്യാമായിരുന്നു, ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി, അങ്ങനെ ഒരു ചിന്താഗതി ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് വരരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, എന്തിനാണോ നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്നത്, നമ്മുടെ മനസ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, അതായത് മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ചെയ്യാവുന്നതാണ്, ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്വസ്റ്റ് നിങ്ങൾക്ക് വേണം, ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വേണം, മാനിഫെസ്റ്റ് ചെയ്യണം, നല്ല പോലെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, മേ ബി കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ കർമാസ് നമുക്ക് ബാലൻസ് ആകാൻ ഉണ്ടാകാം. നമ്മുടെ ചില പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കും, നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില സിറ്റുവേഷൻസിനെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടായിരിക്കാം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലേക്ക്
വരുന്നത്. ഒറ്റപ്പെട്ടു പോകുന്നത് പലപ്പോഴും നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കൂടുതൽ ആശ്രയിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാനായിരിക്കാം ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തരുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണ് എങ്കിൽ അതിൽ വിഷമിച്ചിരിക്കാതെ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പ്രോഗ്രസിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നല്ലപോലെ അതിനെ ആ ഒരു പോസിറ്റീവ്നെസ്സിലോട്ട് എത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ബാലൻസ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ബാലൻസ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാത്തിനും ഒരേ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ടൈമും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അല്ലാതെ നിങ്ങൾ കരിയറിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ചേസിങ് അല്ലെങ്കിൽ ഒരുപാട് ടൈം കൊടുക്കുമ്പോൾ മേ ബി അതിലൊക്കെ ഒരുപാട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ഇമോഷൻസും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് അല്ലാത്തതായിട്ട് വരും. ഓക്കെ, സോ എല്ലാത്തിലും ഒരു ഈക്വലൈസിങ് എനർജി നിങ്ങൾ കൊണ്ടുവരണം, ബാലൻസ് നിങ്ങൾ കൊണ്ടുവരണം. കരിയർ ആണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഈക്വലൈസിങ് എനർജി, ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരണം. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്പാൻഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് എക്സ്പാൻഡ് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ നിങ്ങൾ വിഷമിച്ച് അല്ലെങ്കിൽ വളരെയധികം ഇൻസ്റ്റബിലിറ്റി കാണിക്കാതെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോഗ്രസ് വേണമെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണ്, നിങ്ങളുടെ ലൈഫിൽ വളരെയധികം നിങ്ങൾ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയറിൽ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നോക്കാം. ആ ഒരു കരിയറിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ അംബിഷൻസ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ ഇപ്പോൾ എബ്രോഡൊക്കെ നോക്കുന്ന ആളുകളാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ എഫേർട്ടിനുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ തന്നിരിക്കും. ഓക്കെ, സോ മനസ്സ് മടുക്കാതെ എങ്ങനെയാണോ എപ്പോഴാണോ നിങ്ങൾ പ്രയത്നിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫാമിലി ലൈഫിലാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഫാമിലി മാരേജ് അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതിനെയൊക്കെ മാറ്റി റിലീസ് ചെയ്ത് ഒരു ബെറ്റർ ഫാമിലി, ഒരു ബെറ്റർ മാരീഡ് ലൈഫ് അല്ലെങ്കിൽ ബെറ്റർ ഫ്യൂച്ചർ, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അത് സംഭവിക്കുമെന്ന് നിങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ഒരു സ്ക്രീനിൽ എന്നോണം നിങ്ങൾ അത് കാണണം. നിങ്ങളുടെ ലൈഫാണ്, എൻ്റെ ലൈഫിൽ ഇതൊക്കെ സംഭവിക്കും, എനിക്ക് അതിനുള്ള ആ ഒരു അവകാശമുണ്ട്, എനിക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്ട്രെങ്ത് കൊടുത്ത് മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗോസിപ്പ് എന്നുള്ളൊരു കാർഡാണ്. സോ ഒരുപാട് മേ ബി നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കൂട്ടുകാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമുക്കൊരു ബാക്ക് ബൈറ്റിംഗ് അല്ലെങ്കിൽ തിരിച്ചടികൾ ലഭിച്ചേക്കാം. ഗോസിപ്സ് നമ്മൾ ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവരോട് നമ്മുടെ ഇല്ലാവചനങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ടാകാം. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്നു എന്ന് കരുതി എല്ലാവരും നമ്മളോട് തിരിച്ച് അതേ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത്, ആ ഒരു വിശ്വാസ്യത കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലേ? നമുക്ക് ഒരാളെ 100% മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് മാത്രമേ നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും സ്നേഹിക്കാനും സാധിക്കുകയുള്ളൂ. ഏറ്റവും അടുത്ത ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേറ്റീവ് എന്ന് കരുതുന്ന ആളുകൾ പോലും ചില സമയങ്ങളിൽ നമ്മളെ തഴഞ്ഞേക്കാം, ചില സമയങ്ങളിൽ നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിച്ചേക്കാം, നമ്മളെക്കുറിച്ച് ചിലപ്പോൾ ഗോസിപ്സ് പറഞ്ഞു പരത്തിയേക്കാം. അതിലൊന്നും മനസ്സ് മടക്കാതെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കരുതേണ്ടുന്നത് നമ്മളും ഈശ്വരന്റെ ആ ഒരു സപ്പോർട്ട് മാത്രമേ
എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ. അതിൽ നിന്ന് വേണം നമ്മൾ നന്മ ചെയ്യാനും നമുക്ക് വേണ്ടി കൂടി ജീവിക്കാനും ഒക്കെ. ഓക്കെ, സോ തീർച്ചയായിട്ടും ആരുടെയും ഗോസിപ്സിൽ വീഴാതെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വിഷമിച്ച് അവർക്ക് കൂടുതൽ അവരുടെ ഇമോഷൻസിനും അവരുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ബെറ്റർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ലാസ്റ്റ്ലി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ഡിസ്കവറി എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായും റിക്കവറി ആൻഡ് ഡിസ്കവറി സെയിം ഒരു മീനിങ് വരുന്ന കാർഡ്സ് ആണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷനെയും നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തിനെ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ കൂടുതൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക. മറ്റുള്ളവരുടെ ഇമോഷൻസും മറ്റുള്ളവരുടെ ഗോസിപ്സിനും മറ്റുള്ളവർ നിങ്ങൾക്ക് എത്രത്തോളം വിഷമങ്ങൾ തന്നു എന്നതിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, ഇനി എന്ത് പോസിറ്റീവ്നെസ് ആണ് വരാനുള്ളത് എന്നതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. ഓക്കെ, സോ ഒരിക്കലും നമ്മുടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് നമുക്ക് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കില്ല. അത് മാത്രമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാകില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മോശം അവസ്ഥയാണ്, ഇമോഷൻ വൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വൈസ് നമുക്ക് വളരെ മോശം അവസ്ഥയാണ് എങ്കിലും നമുക്ക് അതിൽ നിന്നും എങ്ങനെ ഉയരാൻ പറ്റണം, എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്നത്. ഓക്കെ, സോ ഏഞ്ചൽസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് എങ്കിലും നിങ്ങളോട് ഏഞ്ചൽസ് പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ എപ്പോഴും ഇതേപോലെ ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ കൂടി നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വരുത്തണം ചില മാറ്റങ്ങൾ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസും നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം, റീറൈറ്റ് ചെയ്യാം. കൂടുതൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.